ദിറംസ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കും. ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ത് വേണമെങ്കിലും വാങ്ങാം, ചോക്ലേറ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ കറക്റ്റ് 10 ദിറംസിലാരെ സാധനം വാങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു സൈക്കിളും കൂടി വാങ്ങണം. ഒരു സൈക്കിളല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും യാനു പറയുന്നത് യാനുവിന് വേണമെന്ന്, പുതിയത് വാങ്ങിയത് യാനുവിനാണ്. എന്നാലും യാനു പറയും യാനുവിന് വേണം, തന്നു പറയുന്നത് തന്നുവിന് വേണം. അപ്പോൾ അതായിരിക്കാന്നുള്ളതാണ് നമ്മൾ ഈ ചലഞ്ചിലൂടെ പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 230 റുപ്പീസിൻ്റെ അടുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവർക്ക് 10 ദിറംസ് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് 240 രൂപ. അരമണിക്കൂറാണ്. റെഡി അല്ലേ? പറയാനും പാടില്ല, കൂടാനും പാടില്ല. ഓക്കെ, ഇത് ചോക്ലേറ്റോ എല്ലാം എന്ത് വേണമെങ്കിലും വാങ്ങാം. ആ പൈസ ക്യാഷ് കൗണ്ടറിൽ പേയ്മെന്റ് ചെയ്യണം. ചലഞ്ചിന് റെഡി അല്ലേ? ലുലുവിൻ്റെ അവിടെ എത്തിട്ടോ. അവർ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്തൊക്കെ വാങ്ങുന്നു കുറച്ചോഎനിക്കറിയാം. നമ്മളാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത്. മാളിൻ്റെ എടുത്തോ. അവിടെ എന്താ അങ്ങനെ ആദ്യം തന്നെ പോയിട്ട് ട്രോളി എടുത്തേ. ട്രോളിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിക്കോട്ടോ. 10-15 മിനിറ്റ് ഉള്ളൂ. ഇനി ഇതൊക്കെ ഇവിടെ ദിറംസ് കാണിക്കുന്നതാ. 4 ദിറംസ്. ഇതെത്രയാ? ഞാനൊന്നും എടുത്തിട്ടുണ്ട്. കാര്യം തന്നെ 3 എടുത്തു. അതാണ് കാൽക്കുലേറ്റ് ഉണ്ട്. 8 രണ്ടെണ്ണം പർച്ചേസിങ് കഴിഞ്ഞ്. അപ്പോൾ ഞാനോ പർച്ചേസിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും അപ്പോൾ പർച്ചേസ് ചെയ്തത് 11 ദിറംസിനായി. 1 ദിറംസ് കൂടുതലാണ് പർച്ചേസ് ചെയ്തത്. തനു പർച്ചേസ് ചെയ്ത് കറക്റ്റ് എമൗണ്ടിൽ പർച്ചേസ് ചെയ്ത് 10 ദിറംസ്. അപ്പോൾ തനുവാണ് ഇതിൽ വിൻ ചെയ്തത്. എമൗണ്ട് രണ്ടാളതും പറഞ്ഞുതരാം. ഒരാൾ പർച്ചേസ് ചെയ്ത് ഞാനും പർച്ചേസ് ചെയ്തത് 11.25 11 ദിറംസ് 25 ഫിൽസും സാധനം വാങ്ങിയത്. തനു വാങ്ങിയത് കറക്റ്റ് 10 ദിറംസിനാണ് സാധനം വാങ്ങിയത്. അപ്പോൾ തനുവാണ് വീട്ടിൽ കിട്ടുന്നത്. അപ്പോൾ തനുവിന് നമ്മൾ അടുത്തായിട്ട് തന്നെ ഒരു സൈക്കിൾ വാങ്ങും. ഓക്കെ, ഞാൻ ചോക്ലേറ്റ് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഇതെങ്ങനെ ഇരിക്കുന്നേ? അത് സ്റ്റോപ്പാ. ഏ